ആരെങ്കിപ്പോ ഖദീജയാണല്ലോ. ഹലോ. സുഖാണെടി. എന്താ എന്റെ വർത്താനം? തന്നെ. കുട്ടികളൊക്കെ ഇല്ല അവിടെ? ഓള് പോയിക്കണ്. മറ്റോള് അവിടെ ഇരുന്നിട്ട് എഴുതണ്. എന്തൊക്കെ എന്നിട്ട് എന്തിപ്പോ വിളിച്ചു പെട്ടെന്ന്? കല്യാണക്കാരിയോ? ജുബിക്കല്ലേ? സാജിക്കോ? അല്ലടി, ജുബി നിക്കുമ്പോ സാജിനെ എങ്ങനെ ഇപ്പൊ കെട്ടിക്ക? ഗൾഫുകാരനോ? എന്നാലും ആൾക്കാർ ഓരോന്ന് പറയില്ലടി. ഞാൻ ഇപ്പൊ എന്താ പറയാ, പെണ്ണ് സമ്മതിക്കൊന്നും അറിയില്ല. കൊണ്ടുപോവോ? എന്നാ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കാം. പിന്നെ അത് മാത്രല്ലേ, ജോബി ഇനിയിപ്പോ ഇത് അറിയണ്ട. അവളെ വന്ന് കാണുന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കൊരിതാവും ചെയ്യും. എന്തായാലും നാളെ ഓലോട് വരാം. നാളെ രാവിലെ ജോബി പണിക്ക് പോകുമ്പോത്തിന് ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി. പോയി കഴിഞ്ഞിട്ട് വന്നാ മതിട്ടാ. ഞാൻ അപ്പോത്തിന് പെണ്ണിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇല്ല, കൊഴപ്പൊന്നുമില്ല. പണ്ടും മുതലൊക്കെ വാങ്ങണാവല്ലേ? എന്നാലും ഒരു 10 പവനെങ്കിലും പോക്ക് കൊടുക്കണ്ടേ? അപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില? അതെങ്ങനെയെങ്കിലൊക്കെ ജുബിനെ കൊണ്ടേ ആരെടുത്തെങ്കിലൊക്കെ പൈസ കടം വാങ്ങിപ്പിക്കെന്തേലൊക്കെ ചെയ്താല് സ്വർണം കിട്ടുമല്ലോ. ഓളെന്തായാലും പണിക്ക് പോണതല്ലേ, അപ്പൊ ഓളാണ്ട് അടച്ചു വീട്ടിക്കോളും അത്. അതന്നെ പറഞ്ഞു. എന്നായിക്കോട്ടെ, ഞാനിന്ന് വിളിക്കണ്ട്. ശരി. ആഞ്ചി ഇവിടെ ഇരിക്കണത്. പിന്നെ നല്ലൊരു കല്യാണക്കാരൻ വന്നിട്ടുണ്ട്, നമുക്ക് വേഗം നടത്താം. അതിന് ജുബി ഉണ്ടാവുമ്പോഴല്ലേ ഇപ്പൊ കല്യാണം നോക്കാൻ പറ്റുള്ളൂ. ഓള് നേരം വെളുത്താ പോണതല്ലേ. ഓളോട് പറഞ്ഞാല് അതിന് ജുബിക്ക് ആരാ കല്യാണം നോക്കണത്? ഇത്രയും വയസ്സായില്ലേ ഓൾക്ക്. ഇനി ഓൾക്കൊരു കല്യാണമൊക്കെ നടക്കും തോന്നുന്നുണ്ടാ? ഇനി എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഒന്നും വേണ്ട. ഇത് അണക്ക് വന്ന കല്യാണക്കാരിയാണ്. ചെക്കനാണെങ്കിൽ ഗൾഫിലാണത്രടി. നല്ല മുതലുള്ള പെരക്കാരും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ ഗൾഫിക്ക് കൊണ്ടുപോവും ചെയ്യത്ര. അന്റെ ഫോട്ടോ കണ്ടിക്കണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് നിങ്ങൾ രണ്ടാളും ഫോട്ടോ കൊടുത്തിന്നല്ല. അപ്പൊ അതിന് അന്നെ എത്ര പറ്റിയത്? എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? ജുബി ഉണ്ടാവുമ്പോ എങ്ങനെ എന്റെ കല്യാണം നടത്തല്ലേ? പിന്നെ അത് മാത്രല്ലേടി, ഒരു 10 പവനെങ്കിലും ഓൾക്ക് കൊടുക്കണ്ടേ? ഈ ജുബി പോയാലല്ലേ ഉള്ളൂ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാവുക. അപ്പോഴല്ലേ പണ്ടെടുക്കാൻ പറ്റുള്ളൂ. ജുബിനെ കെട്ടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ആകെ കൊയി. ഈ പെരന്റെ ഉള്ളത്തെ ചെലവ്, ലോൺ എടുത്തത്, അത് ഇനി പന്നെ കെട്ടിക്കുണ്ടെങ്കിൽ പണ്ടത്തിന്റെ പൈസ അതൊക്കെ ഇനി ഓളടക്കട്ടെ. ഓളെന്തായാലും പണിക്ക് പോവല്ലേ. ഇപ്പൊ ഓളിപ്പൊ കല്യാണം കഴിച്ചില്ലാച്ചിട്ട് ഒന്നും വരുമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ ഇത്രയും വയസ്സായില്ലോൾക്ക്. ഇനിയിപ്പൊ ആര് കെട്ടാനാ? ഇനിയിപ്പൊ കെട്ടാണെങ്കിൽ തന്നെ ഒരു 2ാം കെട്ടുകാരനൊക്കെ കാര്യം കെട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഉമ്മാന്റെ കുട്ടി ഒന്നാണ്ട് സേഫ് ആവട്ടെ. നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ രണ്ടിട്ട് കാട്ടുന്നത്? ഓള് നിങ്ങളെ മകൾ തന്നെയല്ലേ? ശരി പെണ്ണെ, ഞാൻ രണ്ടിട്ട് കാട്ടില്ല. അത് എന്റെ മകൾ തന്നെയാണ്, എനിക്കറിയാം. ചെറുപ്പം മുതൽ തന്നെ വാപ്പാക്ക് ഓളെ പറ്റീന്നുള്ളൂ. ഓളെ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കി ഇപ്പൊ ഓള് ജോലിക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഓളെ അന്നെ നോക്കട്ടെ. വാപ്പ എന്തായാലും ഇല്ലല്ലോ. ഓളെ എന്റെ കാര്യങ്ങൾ നോക്കട്ടെ. പിന്നെ അത് മാത്രല്ല, ആയ കാലത്ത് ഓളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ ഓൾക്ക് വേണ്ട, ജോലിക്ക് പോണം, പെരക്കാരെ നോക്കണം, അത് പറഞ്ഞോള് നിന്നീലേ. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഒരു കല്യാണം ഒന്നും വേണ്ട. ഇനി ഓളും ഞാനും കൂടി ഇവിടെ നിന്നോണ്ട് അന്നൊരു കരുത്ത് എത്തിക്കണം എന്നുള്ളൂ എനിക്ക്. എന്താണ് രണ്ടാളും കൂടി ഒരു വർത്താനൊക്കെ? ഞാനും അറിയട്ടെ. ഇജെപ്പളാ വന്ന്?
അത് ഓളിങ്ങനെ കോളേജിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പരീക്ഷ ഫീസൊക്കെ അടക്കാറിയിക്കണല്ലോ. അപ്പൊ ആ കാര്യം പറയുന്നു. ഞാൻ പറയും ഓളോട് എവിടുന്ന് എടുത്തിട്ട് അപ്പൊ പരീക്ഷ ഫീസൊക്കെ അടക്കണത്. അടക്കാണെന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടിക്കണോന്ന് പോലും എനിക്കറിയില്ല. അത് പറയുന്നു ഓള്. പരീക്ഷക്ക് ഫീസ് അടക്കണം, അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റൂല എന്നൊക്കെ പറയണതേ. ഫീസ് ഞാൻ തരാലോ, ഞാൻ തന്നെയല്ലേ തരല്. ആ കേട്ടില്ല ഓള് പറയുന്നത്? മര്യാദക്ക് നല്ലപോലെ പഠിക്കാൻ നോക്ക്. അനക്ക് വേണ്ടിയിട്ടാണ് ഓള് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പഠിച്ചൊരു ജോലി നേടാൻ നോക്ക്. എന്നിട്ട് ഓളേക്കൊന്ന് വാങ്ങിയ പൈസ ഒക്കെ ആണ് കടം വീട്ടിക്കോളുണ്ട്. ഞാനിക്ക് തിരിച്ചു അതാ എന്റെ നല്ല മനസ്സുകൊണ്ട് തോന്നുകയാണ്. എന്തായാലും ഇന്ന് ആ പരീക്ഷ ഫീസാണ് കൊടുത്തോളുണ്ടു. എത്ര റുപ്യാണ് ഈ ഫീസ്? 1500 റുപ്യാണ്. എന്നാ ഞാൻ തരണ്ട കേട്ടോ. എന്നോട് വന്ന് ചോദിച്ചോളുണ്ട്, ഞാൻ ചിലപ്പോ മറക്കും. 1500 ആണ്. 2000 റുപ്യ കൊടുത്താളാ. ബസ്സിനൊക്കെ പോവാനുള്ള ഒക്കെ അല്ലേ. 2000 റുപ്യ ഓളെ കയ്യിൽ കൊടുത്തോളുണ്ടോ. ഞാൻ ഒന്ന് കുറച്ചേരം നാളെ പോയി കിടക്കട്ടെ, അല്ല ക്ഷീണുണ്ട്. എന്നാ ചാടെ പോയിരുന്നോ. ഡ്രസ്സൊക്കെ മാറ്റിട്ട് വായ ചായ എടുക്കാൻ. ആയിക്കോട്ടെ. കേട്ട് കാണാവോ. പിന്നെ ഇനിയിപ്പോ ഒരു നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചായയും കടിയൊക്കെ കൊടുക്കണ്ടേ. അതിനെന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് വാങ്ങണം. ശരിയാവൂല. 1500 റുപ്യ ഒന്നും ഇല്ലല്ലോ എനിക്ക് ഫീസ്. വെറും 1000 റുപ്യല്ലേ ഫീസ് അടക്കണ്ടുള്ളൂ. 1000 റുപ്യ എനിക്ക് വെറുതെ കച്ചില് പിടിച്ചോണ്ട് നാസാക്കാൻ നിക്കണ്ട. ഗൾഫേരനാണെന്നൊക്കെ പറയുമ്പോ പിന്നെ ഒരു കൈ നോക്കാതെ എങ്ങനെ. ഓന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല ഇക്കാരം. ഇന്നെ മറച്ചിങ്ങാണ്ട് എന്തിനാ ഓളെ കല്യാണം നടത്തുന്നു. നേരിട്ട് തന്നെ ഓൾക്ക് നടത്തിക്കൂടെ. ഞാൻ എന്തേലും പറയപ്പോ. അവൾക്ക് വേണ്ടി ജീവിച്ച് ഞാൻ ആരായി ഇപ്പൊ. ഇജ്ജ് പൈസ ഒക്കെ നോക്കുകയെന്ന്. പിന്നെ ഇജ് ഒരു 500 റുപ്യ ഉമ്മാക്ക് കാട്ടിക്ക. പേരന്റെ ഉള്ളിൽ ഒരു സാധനം ഇല്ല. ആക്കൊന്ന് വാങ്ങാനൊക്കെ ആയിരുന്നു. എന്തിനാ ഇപ്പൊ സാധനം വാങ്ങണേ? മിഞ്ഞാന്നല്ലേ സാധനങ്ങളൊക്കെ കൊടുന്നന്ന്. പഞ്ചസാരൊക്കെ കഴിഞ്ഞിക്കണേ. പിന്നെ ഒരു ലേസം ബേക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇബളീ സ്കൂൾക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഒന്നും തിന്നാതല്ലേ പോണത്. അപ്പൊ ഉമ്മ വിചാരിക്ക എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെച്ചാ ഓൾ അത് തിന്നുങ്ങാണ്ട് പോയിക്കോളും. അന്റെക്ക് ഉള്ളേന്ന് തന്നാ മതി. നോക്കട്ടെ. നാളെ എപ്പോഴാ പോണത്? 8 മണിക്കാ? 8 മണിക്ക് പോകും. ഒന്നില്ല, ഞാൻ ചോദിക്കാ. ഞങ്ങക്ക് ചോറൊക്കെ കൊണ്ടോണ്ടേ, അപ്പൊ നേരത്തെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്നാ നേരത്തെ നീച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളുണ്ടു. കാണുന്നുണ്ടെങ്കിൽ നേരത്തെ നീക്കാൻ വെച്ചാൽ നമുക്ക് അറിയാലോ ഉമ്മാന്റെ അവസ്ഥ എന്താന്ന്. പിന്നെ ഓളാണ് ഈ രാത്രി പഠിപ്പൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഓളൊരു ഭാഗത്ത് കിടക്കണല്ലേ. ഓളി വിളിച്ചാൻ വെച്ചാ ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിക്കോളൂ. എന്നാ ഉച്ചക്കത്തെ പണി ഉമ്മാക്കത് കുറഞ്ഞു കിട്ടുമല്ലോ. ഇപ്പൊ ആൾക്കാരെ അവിടെ കിടന്നു വന്നാ. ഗ്യാസിന് ബുക്ക് ചെയ്തീനല്ലോ, മറ്റന്നാ വരൂട്ടാ. അതിന്റെ പൈസയും കൂടി ഇവിടെ വെച്ചോളുണ്ട്. അതിനും വേണല്ലോ പൈസ. ഞാനത് അൽമറയിൽ വെച്ചോളാം. ആകെ 15000 റുപ്യുണ്ട്. ഇപ്പൊ തന്നെ 1500. 2000 ഓൾക്ക്, 500 ഉമ്മാക്ക്, 1000, 2000 റുപ്യ ഗ്യാസും പിന്നെ വേറുള്ള ചെലവും. ബാക്കി പൈസ എവിടെ? ലോണിന് അടക്കണം. ഇനിയിപ്പോ കഴിഞ്ഞ മാസം ബസ്സിന് പോകാൻ വേണ്ടിട്ട് വാങ്ങിയ പൈസ ഒക്കെ ആവും കൊടുക്കണം. ഈ മാസം ആരെടുത്തെങ്കിലും കടം വാങ്ങും വേണ്ടി വരും. ആലോചിച്ചിട്ടൊരു പൊരുത്തം കിട്ടുന്നില്ല. അല്ലമ്മ, നിങ്ങൾ ഓളോട് പൈസ ചോദിച്ചാ? എന്താ പറഞ്ഞേ? ഓളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വരുന്നതൊന്നും. 500 റുപ്യ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പെരേക്ക് സാധനങ്ങൾ വാങ്ങാനില്ലാന്ന് പറഞ്ഞിട്ട്.
കേട്ട് വരുവാനാവോ. ഓള് തരാന്നും പറഞ്ഞിക്കണ്. പിന്നില്ലേ എന്റെ അൽമറയിൽ ഉണ്ടാവും 1000 ഉറുപ്യ. ആ പൈസ എടുത്തെങ്ങാണ്ട് ഒരു ഡ്രസ്സ് പോരുത്തണ്ടേ, നല്ലതൊന്നും ഇല്ലല്ലോ, ഒക്കെ ഇട്ട് എരപ്പാക്കിയിരുന്നില്ലേ. പോയിട്ട് ഒരു ചുരിദാർ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങോട്ട് വായോ, അത് നാളെ ഇട്ടിട്ട് നിന്നാ മതി. ഗ്യാസിന്റെ പൈസ വെക്കാന്ന് പറഞ്ഞിരുന്നു ഓള്. അപ്പൊ അതിന്ന് 1000 ഉറുപ്യ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചെല്ലേ. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയി വാങ്ങിട്ട് വേഗം വരാം. കേട്ട് കഴിഞ്ഞാ വിചാരിക്കും ഓളെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമ്മളെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലേന്ന്. ഓൾക്ക് ഇപ്പൊ എന്തിനാ ഇനിയിപ്പൊ കല്യാണമൊക്കെ, 30-30 വയസ്സാവാനായില്ലേ. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്തിനാ, ഈ കുടുംബം നോക്കാന്നല്ലാതെ. ഓള് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളത്തെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ. ഇമ്മ, ഞാൻ ഡ്രസ്സ് ഇടുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഡ്രസ്സ്. അനക്ക് ഈ മഞ്ഞന്നെ കിട്ടിയുള്ളൂ, വേറെ കളറൊന്നും കിട്ടിയില്ലേ? അതിനിപ്പോ എന്താ മഞ്ഞക്കൊരു കുഴപ്പം? എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തു. ഇതെങ്കി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നിന്നോളുണ്ട് നാളെ. എന്താ ഇപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട്? അത് പിന്നെ അതെ, ഓൾക്ക് കോളേജിൽ എന്തോ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നോള്. അപ്പൊ ഞാൻ ഓളോട് പറയേ, ഒരു ടോപ്പ് എന്തെങ്കിലും പോയിട്ട് എടുത്തോണ്ടോന്ന്. ഓള് 500 ഉറുപ്പിക കൊടുത്തിരുന്നല്ലോ അതേറ്റ്. അപ്പൊ അതേറ്റ് മേടിച്ചു കൊടുന്നതാണിത്. ഞാൻ പറയാം എനിക്ക് ഈ മഞ്ഞന്നെ കിട്ടുള്ളൂ എന്ന് ചോദിക്കോളോടി. മഞ്ഞാണെങ്കിലും നല്ല രസം കടി എനിക്ക്. അല്ലമ്മ, നമ്മളെ പെരയിൽ നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നാളെ എന്ത്? നാളെ ഒന്നുമില്ലല്ലോ ഇവിടെ. എന്തേച്ചാ അങ്ങനെ ചോദിച്ച്? ഇമ്മ അങ്ങനെ വാക്ക് മാറ്റൊന്നും വേണ്ട. നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിക്കണു. ഞാൻ ഉമ്മാന്റെ മോളല്ലേ, നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഉമ്മ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ. എന്റെ കാര്യത്തിൽ ഒരു ചിന്ത പോലും ഇല്ലല്ലോ നിങ്ങൾക്കൊന്നും. എന്നും ഇങ്ങനെ പണിയെടുക്കലേ ഞാന്. ഇക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കൊന്നും വേണ്ടമ്മ. അതെടി, ഇജ് നിക്കുമ്പോ ഓളെ കല്യാണം ആണെന്ന് അറിയുമ്പോ അനക്ക് സങ്കടം ഉണ്ടാവൂലേന്ന് വിചാരിച്ചിട്ടാ ഞങ്ങള് പറയാതിരുന്നത്. ഓല് കണ്ടുപോയതിന് ശേഷം പിന്നെ എന്നോട് പറയാന്ന് വിചാരിച്ച്. അന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പെരന്റെ ഉള്ളത്തെ ചെലവൊക്കെ എന്താ ചെയ്യാ? ലോൺ അടക്കാണ്ട്. അപ്പൊ അയക്കും നല്ലത് അന്റെ കല്യാണത്തിന് മുന്നേ ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനക്ക് സുഖമായിട്ട് ലോണും പിന്നെ ഓളെ പണ്ടത്തിന്റെ പൈസ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എനക്ക് നല്ലൊരു ജീവിതം നോക്കാലോചിച്ചിട്ടേനു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടങ്ങളും ഉണ്ടാവൂല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അമ്മാനോട് എനിക്കിപ്പൊ കല്യാണം വേണ്ടാന്ന്. സംഭവം ശരിയാണ്, ഞാൻ തന്നെ കുടുംബം നോക്കേണ്ടത്. ഞാനല്ലേ മൂത്ത മോള്. എനിക്കുമില്ലമ്മ നല്ലപോലെ ജീവിക്കണം എന്നൊക്കെ ഒരാഗ്രഹം. 30-30 വയസ്സ് വരെ എന്നെ എത്തിച്ച നിങ്ങളൊക്കെ തന്നെയാണ്. ലോണ് എത്ര ലോൺ എടുത്തതുമ്മേ, അതൊക്കെ ഞാൻ വീട്ടി. ഇനിയിപ്പോ ഓളെ കല്യാണം കൂടി ഞാൻ നടത്തേണ്ടി വരില്ലല്ലേ. അവൻ കൂടി കഴിഞ്ഞിട്ട് ഇക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കല്ലേ. പണ്ട് മുതൽ തന്നെ ഞാൻ കഷ്ടപ്പെടൽ തുടങ്ങിയതമ്മ. ഇപ്പോഴും ആ കഷ്ടപ്പാടന്നെ. എന്തായാലും ഓൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്ന എനിക്കൊരു കുഴപ്പമില്ല. ഇക്കിഞ്ഞ് എവിടുന്ന് കല്യാണം കഴിയാനാ? പക്ഷെ ഓൾക്കുണ്ടാവണമെന്ന് ഞാൻ എന്തിനമ്മ അസൂയപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓളെ കല്യാണം ഞാൻ നല്ല പോലെ തന്നെ നടത്തന്നെ ചെയ്യും. പക്ഷെ ഒരു വാക്കിനോട് മിണ്ടാതെ ഓല് വന്നു പോയിട്ട് എന്തിനാ നിങ്ങൾ എന്നോട് പറയണത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവളത്ര സ്നേഹം കൂടി ഇല്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ അതാ ആലോചിക്കണ്. എന്തായാലും നടക്കട്ടെ. ഞാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണില്ല. ഞാൻ നാളെ നേരത്തെ പോയിക്കോണ്ട്. ഇപ്പൊ ഉമ്മാക്ക് സമാധാനായില്ലേ? ഞാൻ അപ്പോഴും പറഞ്ഞല്ലേ ഓലെ കല്യാണം കഴിഞ്ഞിട്ട് മതി നിക്കുന്നുള്ളേ. അപ്പൊ നിങ്ങളാണ് നിന്റെ മനസ്സിൽ തന്നെ ഓരോ മോങ്ങൾ കൊടുക്കുന്നത്. ഗൾഫേരനാണ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും തന്നെ അതില് വീണ് പോയി. ഇപ്പൊ ഓള് പറഞ്ഞേ എന്താ കുറ്റമുള്ളത്?
ഇനിയിപ്പോ ജോലില്ല കുറ്റപ്പെടുത്തിക്കോ, അനക്ക് നല്ലൊരു കാര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറ്റപ്പെടുത്തിയ ഇല്ലമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഓളുള്ളതുകൊണ്ട് നമ്മളെ കുടുംബം കഴിഞ്ഞു പോണത്. അപ്പൊ ഓളെ കാര്യങ്ങളും കുറച്ചൊക്കെ നമ്മൾ നോക്കണ്ടേ. എന്തായാലും ഇപ്പൊ കല്യാണം വേണ്ട, നിങ്ങൾ ഓലോടെ വിളിച്ച് പറഞ്ഞാളി. ഓളെ കല്യാണം കഴിയാതെ ഇനി ഞാൻ സമ്മതിക്കൂല എന്റെ കല്യാണത്തിന്. ആ താത്ത, പിന്നെ ജുബിക്ക് പറ്റിയ വല്ല കല്യാണാലോചന എന്തെങ്കിലും ഉണ്ടോ? അത് അപ്പത്തെ ഒരു ഇതിൽ അങ്ങനെ ഞാൻ പറഞ്ഞതാണ്. ഓളെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇവൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചിരുന്ന ഓളതാണ് കഴിഞ്ഞിട്ട് മതിന്ന്. ഓലിക്ക് ധൃതിയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം വേണ്ട വെക്കാം. അല്ല അപ്പൊ എന്താ, എന്റെ കുട്ടിക്ക് വേറെയും വരും കല്യാണം ഒക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഓൾക്ക് രണ്ടാളും കൂടി ഒരുമിച്ച് നടത്തുള്ളൂ. ഇനി ഓളോട് ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഞാൻ ഇങ്ങളെ മെനക്കെടുത്തിയൊന്നുമല്ല. ഞാൻ എന്റെ അപ്പത്തെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് രണ്ടാമത്തെ മകളെ കല്യാണം നടത്താന്ന്. അപ്പൊ ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തായാലും തന്നെ ഓലോട് വരണ്ടാന്ന് പറഞ്ഞാല്, ഇങ്ങക്ക് ബ്രോക്കർ ഫീസ് എത്ര വെച്ചാൽ പറഞ്ഞാലേ ഞാൻ തരണ്ട്. ആയിക്കോട്ടെ, ശരി എന്നാ.